ഒരു ദിവസം പെട്ടെന്ന് പെയ്ത പേമാരിയിലാണ് ഞാൻ ആ ലോഗോ കാണുന്നത്. അങ്ങനെ വീണ്ടും ഒരു പുതുപ്രതീക്ഷയോടെ ആ ലോഗോ ഞാൻ എൻ്റെ കയ്യിലെടുത്തു. അറിയില്ല, എത്ര ശ്രമിച്ചിട്ടും മറക്കാൻ പറ്റുന്നില്ല. അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ, ഈ ലോഗോ പതിച്ചു വച്ചിരിക്കുന്നത് ആ ജേഴ്സിയിലല്ല, നമ്മുടെയൊക്കെ നെഞ്ചിലാണ്. ഹായ്, അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നമുക്ക് ഡയറക്റ്റ് കാര്യത്തിലോട്ട് കടക്കാം. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് 15 ദിവസങ്ങളായിട്ട് താരങ്ങൾക്കായിട്ടുള്ള ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ ഒഫീഷ്യലായിക്കാണ് ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ ഒരു സൈനിങ്ങും അനൗൺസ് ചെയ്തിട്ടില്ല. പക്ഷെ ഉടനെ തന്നെ ആ സൈനിങ് ഉണ്ടാവും. നിലവിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ ഉടമകളുമായിട്ടുള്ള ചർച്ചകൾ അതിഗംഭീരമായിട്ടാണ് അവിടെ ആരംഭിക്കുന്നത്. പിന്നെ അടുത്തൊരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ CEO അഭിക് ചാറ്റർജി ബ്ലാസ്റ്റേഴ്സിൽ തന്നെ തുടരുമെന്നുള്ളതാണ്. സോ ഈ ഒരു വാർത്ത ആരാധകരെ കുറച്ച് ആശങ്കപ്പെടുത്തുന്നുണ്ട്. കാരണം എങ്ങനെയൊക്കെ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ വെറുപ്പിക്കാൻ പറ്റുമോ അത്രയും വെറുപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഒരു വലിയ ആശങ്ക തന്നെയാണ്. പിന്നെ നമുക്ക് അറിയാൻ പറ്റുന്നത് പുള്ളിക്കാരൊരു ടെമ്പററി രീതിയിലാണ് ബ്ലാസ്റ്റേഴ്സിൽ ഇത്തവണ നിൽക്കുന്നത് എന്നുള്ളതാണ്. സോ ഇതിന്റെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ ഇനിയും വരേണ്ടതുണ്ട്. എന്തായാലും ഉടനെ കാത്തിരിക്കാം. വൈകാതെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഈ ഒരു അറിയിപ്പ് ഉണ്ടാവും. പിന്നെ ISLന്റെ കാര്യം AIFF തന്നെ ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുണ്ട്. ഇത്തവണ 13 ക്ലബ്ബുകളായിരിക്കും ISLൽ പങ്കെടുക്കുക. പിന്നെ കഴിഞ്ഞ തവണത്തെ പോലെ ഒരു ഷോർട്ട് സീസൺ അല്ല ഇത്തവണ, വളരെ ലോങ് ടൈം ആയിട്ടുള്ള ഒരു സീസൺ തന്നെയാണ് ഇത്തവണ നടക്കുന്നത്. ടീമുകൾക്ക് അവേ ആൻഡ് ഹോം മത്സരങ്ങൾ എല്ലാ സീസണും പോലെ ഉണ്ടാവും. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കൈമാറ്റം നടത്തി കഴിഞ്ഞിട്ടുണ്ട് എന്നും നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഒഫീഷ്യലായിട്ട് വന്നിട്ടില്ല. ഇനിയാണ് നമ്മൾ വിദേശ താരങ്ങളെ അതുപോലെ ഇന്ത്യൻ താരങ്ങളുടെയൊക്കെ സൈനിങ് പ്രതീക്ഷിക്കേണ്ടത്. സോ ഉടനെ തന്നെ അത് ഉണ്ടാവുമെന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ബ്ലാസ്റ്റേഴ്സിന്റെ കോടതിയുമായുള്ള പ്രോബ്ലങ്ങളൊക്കെ ഏകദേശം അവസാനിച്ചു. ഇപ്പോൾ നിലവിൽ ഒരു പ്രോബ്ലംസ് ഇല്ല. നിലവിൽ ടീമിന്റെ കൈമാറ്റം നടന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇതാരാ എടുത്തിട്ടുള്ളത് ഒഫീഷ്യലായിട്ട് വന്നിട്ടില്ല. അതിനായിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ ഒരു നല്ല ടീം ആവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അതുപോലെ ടീമിന്റെ ഫിക്ചേഴ്സും കാര്യമൊന്നും ഇപ്പോഴും തയ്യാറാക്കിയിട്ടില്ല. അതും ഉടനെ തന്നെ ഉണ്ടാവുമെന്നാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. കൂടുതലായിട്ടൊന്നും ഈ ഒരു വീഡിയോനെ കുറിച്ച് പറയില്ല. സോ നിങ്ങളുടെ അഭിപ്രായം ഒപ്പീനിയൊക്കെ താഴെ ഷുവറായിട്ട് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.